Hi all, welcome to BTech MEDC. In നമ്മൾ Signals and System 2019 സ്കീം EC bar AEA സ്റ്റുഡൻസിനുള്ള മോഡ്യൂൾ 1 ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സിഗ്നൽസ്, എലമെൻ്ററി സിഗ്നൽസ് ആൻഡ് റെപ്രസെൻറ്റേഷൻസ് ഓഫ് സിഗ്നൽസ്. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി ഒരു സിലബസ് ഓവർവ്യൂ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് വാച്ച് ചെയ്യുക. ഫസ്റ്റ്, സിഗ്നൽ. സിഗ്നൽ ഈസ് എനി ക്വാണ്ടിറ്റി ദാറ്റ് ക്യാരീസ് മീനിങ് ഫുൾ ഇൻഫോർമേഷൻ. ഇതിനാണ് നമ്മൾ ബേസിക്കലി സിഗ്നൽ എന്ന് പറയുന്നത് എനിത്തിങ് വിച്ച് ക്യാരി സം മീനിങ് ഫുൾ ഇൻഫോർമേഷൻ ദാറ്റ് വി കോൾ ഇറ്റ് ആസ് എ സിഗ്നൽ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിഗ്നൽസ്: സ്പീച്ച് സിഗ്നൽ, വീഡിയോ സിഗ്നൽ, വോൾട്ടേജ്, കറണ്ട്, ബയോളജിക്കൽ സിഗ്നൽ, ECG, EEG, ഇതെല്ലാം സിഗ്നൽസിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ആ സിഗ്നൽസിനെ ആണെങ്കിൽ ബ്രോഡ്ലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ, CT സിഗ്നൽ എന്ന് പറയും. സെക്കൻഡ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ, DT സിഗ്നൽ. ഇതിൽ CT സിഗ്നൽ is defined over a continuous range of time, that is it has values at all time instance. ഇപ്പോൾ CT സിഗ്നലിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹാവിങ് വാല്യൂസ് അറ്റ് ഓൾ ടൈം ഇൻസ്റ്റൻസ്. ഇപ്പം നമ്മൾ എക്സാക്സിസ് ആണ് ടൈം ഇൻസ്റ്റൻസ്. എല്ലാ ടൈം ഇൻസ്റ്റൻസിലും അതിന് കറസ്പോണ്ടിങ് വാല്യൂ കാണും, അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് കാണും. അപ്പോൾ ആ ടൈപ്പ് സിഗ്നൽസിനെയാണ് വി കോൾ ഇറ്റ് ആസ് എ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ. നാച്ചുറലി ഒക്കറിങ് സിഗ്നൽസ് എല്ലാം കണ്ടിന്യൂസ് നേച്ചറാണ്. ഇപ്പം നമ്മളിപ്പോൾ നമ്മളെ സ്പീച്ച് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി എ കണ്ടിന്യൂസ് സിഗ്നൽ. പ്രഷർ വേരിയേഷൻസ്, ബയോളജിക്കൽ സിഗ്നൽസ് എല്ലാം എന്താണ്, നാച്ചുറലി ഒക്കറിങ് സിഗ്നൽസ് എല്ലാം കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ഫോമിലാണ്. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ, ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. The discrete time signal is defined only at discrete time instance. ഇപ്പം നമ്മൾ ഈ എക്സ് ആക്സിസിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈം ഇൻസ്റ്റൻസ് എടുക്കും. അപ്പോൾ ആ ടൈം ഇൻസ്റ്റൻസിൽ മാത്രമേ അതിന് ആംപ്ലിറ്റ്യൂഡ് കാണത്തുള്ളൂ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ക്രിക്കറ്റ് മാച്ചിലാണെങ്കിൽ പല ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് കാണും. അപ്പോൾ അതിനകത്ത് ഇപ്പം റൺസ് സ്കോർഡ് ബൈ ടീം കണ്ടിട്ടുണ്ട് ഇല്ലേ? നമ്മളിപ്പം ഓരോ ടീമിൻ്റെയും ഓരോ ഓവറിൽ എത്ര റൺ, ഓരോ ബോളിലും എത്ര റൺസ് വീതം സ്കോർ ചെയ്യുന്നുള്ളത് ഗ്രാഫ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ബോളിൽ 2 runs, സെക്കൻഡ് ബോളിൽ റൺസ് ഒന്നും എടുത്തില്ല, തേർഡ് ബോളിൽ 4 runs, ഫോർത്ത് ബോളിൽ 1 run, ഫിഫ്ത്ത് ബോളിൽ 0 runs, ലാസ്റ്റ് ബോളിൽ 6 runs. ഓക്കെ, ഇപ്പം ഇങ്ങനെ ഇതിപ്പം ബോളും ഇത് റൺസ് സ്കോർഡും ആണ്. ഇപ്പോൾ ഇതൊരു എക്സാമ്പിൾ ഓഫ് എന്തായിട്ട് എടുക്കാം നമുക്ക്? ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. അതായത് ആ ഡിസ്ക്രീറ്റ് ടൈം ഇൻസ്റ്റൻസ്, അല്ലെങ്കിൽ നമ്മളിപ്പം ബോൾ, ഫസ്റ്റ് ബോൾ, സെക്കൻഡ് ബോൾ, തേർഡ് ബോൾ, അതിൽ മാത്രമേ കറസ്പോണ്ടിങ് അതിന് വാല്യൂസ് കാണത്തുള്ളൂ. ഓക്കെ, ഇനിയിപ്പം വേറൊരു ഗ്രാഫിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്കിപ്പം ചിലപ്പോൾ കാണിച്ചിട്ടുണ്ട്. ഇപ്പം രണ്ട് ടീമിൻ്റെ ആണെങ്കിൽ കമ്പാരിസൺ കാണിക്കാറുണ്ട് അല്ലേ? ഇപ്പോൾ ഫസ്റ്റ് ടീമാണെങ്കിൽ ഇപ്പം ഫസ്റ്റ് 1 to 50 ഓവർ എങ്ങനെയാണ് റൺസ് ഇങ്ങനെ എടുത്തതെന്നുള്ളൊരു ഗ്രാഫ് കണ്ടിട്ടുണ്ട്. അപ്പം ചിലപ്പോഴാണെങ്കിൽ സെക്കൻഡ് ടീം ചേസ് ചെയ്യുമ്പോഴത്തേക്ക് അത് കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഗ്രാഫ് കണ്ടിട്ടുണ്ട്. ഇതിപ്പം ഇന്ത്യയുടെ സ്കോറിംഗ് പാറ്റേൺ ഇപ്പം ഓസ്ട്രേലിയ ആയിട്ട് കളിക്കുമ്പോൾ ഓസ്ട്രേലിയയുടെ ചേസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ പാറ്റേൺ. അപ്പം ഇതെന്താണ്, എല്ലാ ടൈം കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്ലോട്ടാണ്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ CT സിഗ്നലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഓവർ ബൈ ഓവർ റൺ സ്കോർഡ് നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഒരു DT സിഗ്നൽ. മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇതെന്താണ്, അതാണ് ഇതിൻ്റെ ഡിഫറൻസ് വരുന്നത്. ഓക്കെ, CT signal, it is defined over a continuous range of time, that is it has values at all time instance. In case of DT signal, it is defined only at a discrete instance of time. Okay, ഇതാണ് രണ്ടായിട്ട് സിഗ്നലിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. സിഗ്നൽ എനിത്തിങ് വിച്ച് ക്യാരീസ് സം ഇൻഫോർമേഷൻ വി കോൾ ഇറ്റ് ആസ് എ സിഗ്നൽ. ഇനി സിസ്റ്റം എന്താണെന്നുള്ളതാണ്. It is an interconnection of different components to give a meaningful output. ഇപ്പോൾ സിസ്റ്റത്തിനകത്ത് ഡിഫറെൻറ്റ് കമ്പോണൻസ് കാണും. ആ കമ്പോണൻസിനെ ആണെങ്കിൽ ഒരു റെഗുലർ ഫാഷനിൽ അറേഞ്ച് ചെയ്ത് ഒരു മീനിങ് ഫുൾ ഔട്ട്പുട്ട് തരുന്നതിനാണ് നമ്മൾ നോർമലി സിസ്റ്റം എന്ന് പറയുന്നത്. ഇൻ അതർ വേസ് ഇറ്റ് ഈസ് കോൾഡ് ആസ് എ ഫിസിക്കൽ ഡിവൈസ് ദാറ്റ് പെർഫോംസ് ആൻ ഓപ്പറേഷൻ ഓൺ ആൻ ഇൻപുട്ട് സിഗ്നൽ ആൻഡ് പ്രൊഡ്യൂസസ് സിഗ്നൽ as an output which is more desirable than the input signal. സിസ്റ്റത്തിനെ അങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ഒരു ഫിസിക്കൽ ഡിവൈസ്, ഏതെങ്കിലും ഒരു ഫിസിക്കൽ ഡിവൈസ്. ഇപ്പോൾ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇൻപുട്ട് സിഗ്നൽ കൊടുക്കും.
ഇറ്റ് വിൽ ഗീവ് ആൻ ഔട്ട്പുട്ട് സിഗ്നൽ. ഇപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇൻപുട്ടിനേക്കാളും ഡിസൈറബിൾ ആയിട്ടുള്ള ആയിരിക്കണം നമ്മളുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു സിഗ്നൽ നമ്മൾ ഫിൽട്ടർ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു ലോ പാസ് ഫിൽട്ടർ ആണെന്ന് വെച്ചോ നമ്മളുടെ ഈ സിസ്റ്റം. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എൻ്റെ എക്സാമ്പിളാണ് വരച്ചിരിക്കുന്നത്. ഇപ്പോൾ ലോ പാസ് ഫിൽറ്റർ ഇപ്പോൾ നമുക്കറിയാം റെസിസ്റ്ററും കപ്പാസിറ്ററും വരും. അപ്പോൾ അവിടെ ഈ രണ്ട് ടെർമിനൽസ് ആണ് നമ്മളുടെ ഇൻപുട്ട് ടെർമിനൽ, ഇത് രണ്ടുമാണ് നമ്മളെ ഔട്ട്പുട്ട് ടെർമിനൽ. ഇപ്പോൾ ഇൻപുട്ടിന് അക്രോസ് ഉള്ള വോൾട്ടേജ് VIയും ഔട്ട്പുട്ടിന് അക്രോസ് ഉള്ള വോൾട്ടേജ് VO ആണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു സിഗ്നൽ കൊടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് ഇൻപുട്ടും തമ്മിൽ സെയിം ആയിരിക്കത്തില്ല. ഇപ്പോൾ ഇൻപുട്ടിനേക്കാളും കുറച്ചും കൂടി ഡിസൈറബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ വരുന്നത്. കാരണം നമുക്കൊരു എയിം കാണില്ല. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ലോ പാസ് ഫിൽറ്റർ വരെ നമുക്ക് ഇവിടെ ഒരു ആംപ്ലിഫയർ ആണ് സിസ്റ്റം എന്ന് വെച്ചോ. അപ്പോൾ ഇത് നമ്മളിവിടെ ഒരു സൈൻ വേവ് കൊടുത്തു, ഇങ്ങനെ സൈൻ വേവ് കൊടുത്തു. അപ്പോൾ നമ്മളുടെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംപ്ലിഫൈ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ആംപ്ലിഫയർ കൂടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ആംപ്ലിഫൈഡ് സിഗ്നൽ ആയിരിക്കും. ഓക്കെ, അപ്പം ഇൻപുട്ട് ഔട്ട്പുട്ട് നോക്കുമ്പോഴത്തേക്ക് ഔട്ട്പുട്ട് നോട്ട് സെയിം ആസ് ഇൻപുട്ട്, ബട്ട് ഇറ്റ് ഈസ് ഇൻ ഡിസൈറബിൾ ഫോം. നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഫോമിലായിരിക്കും നമ്മളുടെ ഔട്ട്പുട്ട് ഇരിക്കുന്നത്. അതാണ് സിസ്റ്റത്തിന്റെ ഡെഫിനേഷൻ വരുന്നത്. ഇറ്റ് ഈസ് എ ഫിസിക്കൽ ഡിവൈസ് ദാറ്റ് പെർഫോംസ് ആൻ ഓപ്പറേഷൻ ഓൺ എ സിഗ്നൽ. ഇതാണ് നമ്മൾ ഓപ്പറേഷൻ ഓൺ എ സിഗ്നൽ, നമ്മളെ ഇൻപുട്ട് സിഗ്നൽ. ഇറ്റ് വിൽ പെർഫോം സം ഓപ്പറേഷൻ. ഇപ്പം ആംപ്ലിഫിക്കേഷൻ ആവാം, അറ്റ്നുവേഷൻ ആവാം, ഫിൽറ്ററിങ് ആവാം, അങ്ങനത്തെ ഉള്ള ഡിഫറെന്റ് ഓപ്പറേഷൻസ് ചെയ്ത് ഒരു ഔട്ട്പുട്ട് തരും, വിച്ച് വിൽ ബി മോർ ഡിസൈറബിൾ ദാൻ ദ ഇൻപുട്ട് സിഗ്നൽ. ഓക്കെ, ഇതാണ് സിസ്റ്റം അതിന്റെ ഡെഫിനേഷൻ വരുന്നത്. ഇറ്റ് ഈസ് ആൻ ഇന്റർകണക്ഷൻ ഓഫ് ഡിഫറെന്റ് കമ്പോണൻസ് ടു ഗീവ് എ മീനിങ് ഫുൾ ഔട്ട്പുട്ട്. ഓക്കെ, ഇപ്പം നമ്മൾ എക്സാമ്പിൾ നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റം പറഞ്ഞ പോലെ അതിനകത്ത് ഡിഫറെൻറ്റ് കമ്പോണൻസ് ഉണ്ട്. ആ കമ്പോണൻസിന് നമ്മൾ റെഗുലർ ഫാഷനിൽ അറേഞ്ച് ചെയ്ത് ഒരു പർട്ടിക്കുലർ ഔട്ട്പുട്ട് തരുമ്പോൾ നമുക്ക് വി കോൾ ഇറ്റ് ആസ് എ സിസ്റ്റം. അപ്പോൾ സിസ്റ്റത്തിനെ നമ്മൾ സിഗ്നലിനെ ക്ലാസിഫൈ ചെയ്ത പോലെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് സിസ്റ്റത്തിന്. അതിൽ ഫസ്റ്റ് CT സിസ്റ്റം. അതിൻ്റെ ഡെഫിനേഷൻ: എ CT സിസ്റ്റം ഈസ് ഓൺ വിച്ച് ഓപ്പറേറ്റ്സ് ഓൺ എ CT സിഗ്നൽ ആൻഡ് പ്രൊഡ്യൂസസ് എ CT ഔട്ട്പുട്ട് സിഗ്നൽ. അതാണ് CT സിസ്റ്റത്തിന്റെ ഡെഫിനിഷൻ വരുന്നത്. ഇറ്റ് ഈസ് എ സിസ്റ്റം ഇൻ വിച്ച് ഇറ്റ് ഓപ്പറേറ്റ്സ് CT സിഗ്നൽ. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് X(t) എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ CT സിഗ്നൽ ആണ്. അപ്പം ആ സിസ്റ്റത്തിലേക്ക് ഒരു CT സിഗ്നൽ കൊടുത്ത് ഒരു ഔട്ട്പുട്ട് കിട്ടുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ CT സിസ്റ്റം എന്ന് പറയുന്നത്. എ CT സിസ്റ്റം ഈസ് ഓൺ വിച്ച് ഓപ്പറേറ്റ്സ് ഓൺ CT സിഗ്നൽ. അതാണ് ഇമ്പോർട്ടൻറ്റ്. which operates on CT signal X(t) and produces a CT output signal. അപ്പോൾ ആ ഏത് ഇൻപുട്ടാണോ നമ്മൾ ആ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നത് അത് വെച്ചിട്ടാണ് സിസ്റ്റത്തിന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. CT സിസ്റ്റത്തിനകത്ത് നമ്മൾ കൊടുക്കുന്നത് എന്തായിരിക്കും? ഒരു CT സിഗ്നൽ ആയിരിക്കും. ഇനി സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ DT സിസ്റ്റം ആണ്. A DT system is on which operates on a discrete time signal and produces a discrete time output signal. ഓക്കെ, അപ്പം DT സിസ്റ്റത്തിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്തായിരിക്കും? ഡിസ്ക്രീറ്റ് സിഗ്നൽ ആയിരിക്കും, X(n) ആയിരിക്കും. ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് എ ഡിസ്ക്രീറ്റ് ഔട്ട്പുട്ട് സിഗ്നൽ Y(n) which is more desirable than the input signal X(n). ഓക്കെ, ഇതാണ് സിസ്റ്റത്തിന് രണ്ട് ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഏത് ഇപ്പം X(t) കണ്ടിന്യൂസ് ടൈം സിഗ്നൽ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് കണ്ടിന്യൂസ് ആണെങ്കിൽ ദാറ്റ് സിസ്റ്റം വി കോൾഡ് ആസ് എ കണ്ടിന്യൂസ് ടൈം സിസ്റ്റം. നമ്മൾ ഡിസ്ക്രീറ്റ് സിഗ്നൽ ആണ് കൊടുക്കുന്നത്, അതിൻ്റെ ഔട്ട്പുട്ടും ഡിസ്ക്രീറ്റ് ആണെങ്കിൽ ദാറ്റ് സിസ്റ്റം വി കോൾഡ് ആസ് എ ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം. ഇനി നെക്സ്റ്റ് വരുന്നത് എലമെന്ററി സിഗ്നൽസ്, അതുപോലെ അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു നെയിമാണ് ടെസ്റ്റ് സിഗ്നൽസ് എന്ന് പറയും. എലമെന്ററി സിഗ്നൽസ് ഓർ ടെസ്റ്റ് സിഗ്നൽസ്. അത് CT സിഗ്നൽ ക്ലാസിഫിക്കേഷനും വരും, അതുപോലെ DT സിഗ്നൽ ക്ലാസിഫിക്കേഷനും വരും. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എലമെന്ററി സിഗ്നൽ അല്ലെങ്കിൽ ടെസ്റ്റ് സിഗ്നൽ. കണ്ടിന്യൂസ് ടൈം ഫോമിലുള്ള എലമെന്ററി സിഗ്നൽസിനാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ടെസ്റ്റ് സിഗ്നൽസ് വെച്ചാൽ അതിൻ്റെ വേർഡ് മീനിങ് തന്നെ ചിലപ്പോൾ ചില സിസ്റ്റത്തിനെയൊക്കെ നമുക്ക് അതിൻ്റെ പെർഫോമൻസ് നമുക്ക് ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് ആക്യുറേറ്റ് ആണോ, അതിൻ്റെ ഔട്ട്പുട്ട് ലീനിയർ ആണോ, അങ്ങനത്തുള്ളതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് സിഗ്നൽസിനെ യൂസ് ചെയ്യും. ആ ടൈപ്പ് സിഗ്നൽസിനെയാണ് നമ്മൾ നോർമലി വി കോൾ ഇറ്റ് ആസ് എലമെന്ററി സിഗ്നൽസ്. അത് CTയുടെ കേസിൽ 5 ടൈപ്സ് ഓഫ് എലമെന്ററി സിഗ്നൽസ് ആണുള്ളത്. അതിനുശേഷം നമ്മൾ DTയുടെ എലമെന്ററി സിഗ്നൽസും പഠിക്കും. ഇപ്പോൾ CT അറിഞ്ഞിരിക്കുകയാണെങ്കിൽ DT നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എലമെന്ററി സിഗ്നൽ, കണ്ടിന്യൂസ് ടൈം എലമെന്ററി സിഗ്നൽസ് ആണ്. അത് 5 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ ആണ്. യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ
അപ്പോൾ ഇതിനകത്ത് ഡെഫിനേഷൻസ് എന്ന് അറിയേണ്ട അതിൻ്റെ സിഗ്നൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും അതുപോലെ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്നുള്ളതും അതിൻ്റെ ഇക്വേഷൻ, ഈ 3 കാര്യങ്ങളാണ് ഈ എലമെൻ്ററി സിഗ്നൽസിൻ്റെ ഓരോന്നും അറിയേണ്ടത്. അപ്പം നമ്മൾ ഈ സിഗ്നൽസ് വെച്ചിട്ടായിരിക്കും സിസ്റ്റത്തിന് ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്? അതിൻ്റെ സിഗ്നലിൻ്റെ ഫിഗർ അറിഞ്ഞിരിക്കണം, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ അറിഞ്ഞിരിക്കണം, അതിൻ്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് u(t) ആണ്. യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ വെച്ചിട്ട് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ u(t) ആണ്. അപ്പോൾ എവിടെയെങ്കിലും ഒരു u(t) എന്നുള്ള റെപ്രസെൻറ്റേഷൻ കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ കണ്ടിന്യൂസ് ടൈം ഫോമിലാണ്. ഇപ്പോൾ ടി വരുവാണെങ്കിൽ കണ്ടിന്യൂസ് ടൈം ആയിരിക്കും, ടിക്ക് പകരം n വരുവാണെങ്കിൽ എക്സോ ഇങ്ങനത്തുള്ള n വരുവാണെങ്കിൽ അത് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് u(t) വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ സിഗ്നൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ടി ദിസ് ഈസ് u(t), ഒരു സ്റ്റെപ്പ് യൂണിറ്റ് സ്റ്റെപ്പ് ആകുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. ഇപ്പം ഇങ്ങനെയാണ് ഒരു യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നലിൻ്റെ റെപ്രസെൻറ്റേഷൻ വരുന്നത്. അതിൻ്റെ ഇക്വേഷൻ വരുന്നത് u(t) = 1 for t greater than or equal to 0, equal to 0 for t less than 0. ഓക്കെ, അതായത് ഇപ്പം ഇതൊരു സിഗ്നലാണ്, ദിസ് ഈസ് t = 0. ഇപ്പോൾ അതിൻ്റെ വാല്യൂ യൂണിറ്റ് സ്റ്റെപ്പ് ആണെങ്കിൽ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. ഫോർ t greater than or equal to 0, 0 തൊട്ട് മേപ്പോട്ടുള്ള വാല്യൂസിലെല്ലാം അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. t ലെസ് ദാൻ വാല്യൂസ്, ഇപ്പോൾ ഇത് 0 ലെസ് ദാൻ 0 വാല്യൂസ് പറയുമ്പോൾ ഇങ്ങോട്ടുള്ള വാല്യൂസ് അവിടെ എല്ലാം അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 0 ആയിരിക്കും. ടി 0യ്ക്കും ഗ്രേറ്റർ ദാൻ 0 വാല്യൂസിനും അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. ഇതാണ് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ. ഓക്കെ, അപ്പോൾ അതിന് എന്തൊക്കെ ഓർത്തിരിക്കേണ്ടത്? അതിൻ്റെ റെപ്രസെൻറ്റേഷൻ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നലിന് കണ്ടിന്യൂസ് ടൈം ആണെങ്കിൽ u(t) ആണ്. അതിൻ്റെ സിഗ്നൽ 0 തൊട്ടുള്ള വാല്യൂസിനെ കാണത്തുള്ളൂ. അതിൻ്റെ എല്ലാ ഹൈ വാല്യൂസും അപ് ടു t ഇൻഫിനിറ്റി വരെയുള്ള എല്ലാ വാല്യൂസിലും യൂണിറ്റ് സ്റ്റെപ്പ് ആണെങ്കിൽ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. t ലെസ് ദാൻ 0 വാല്യൂസിലും അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, ഇനി സെക്കൻഡ് എലമെൻ്ററി സിഗ്നൽ എന്ന് പറയുന്നത് റാമ്പ് സിഗ്നലാണ്. റാമ്പ് സിഗ്നൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് r(t) വെച്ചിട്ടാണ്. യൂണിറ്റ് സ്റ്റെപ്പിന് u(t), അതുപോലെ റാമ്പ് സിഗ്നലിന് r(t) വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ സിഗ്നൽ വരുന്നത് ഈ ഒരു ഫോമിലാണ്. റാമ്പ് സിഗ്നൽ ദിസ് ഈസ് t, നമ്മളിപ്പോൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന r(t). ഓക്കെ, r(t) ഈ ഒരു ഫോമിലായിരിക്കും വരുന്നത്. ദിസ് ഈസ് t = 0. ഇനി അതിൻ്റെ ഇക്വേഷൻ വരുന്നത് r(t) = t for t greater than or equal to 0, equal to 0 for t less than 0. അതായത് ഇപ്പം നമുക്കിപ്പോൾ r(t) ആണ് റാമ്പ് സിഗ്നലിൻ്റെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് t ഞാൻ 0 കൊടുക്കുകയാണെങ്കിൽ r(0) എന്ന് വെച്ചാൽ എന്ത് വരും? = 0 വരും. ടിക്ക് 0 കൊടുക്കുമ്പോൾ ഇവിടെ എന്തായിരിക്കും? ടിക്ക് 0 കൊടുക്കണം. സോ r(0) = 0. ഇനിയിപ്പോൾ r(t)ക്ക് 1 കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? എൻ്റെ വാല്യൂ 1 ആയിരിക്കും. r(2) കൊടുക്കുകയാണെങ്കിൽ എൻ്റെ വാല്യൂ എന്തായിരിക്കും? 2 ആയിരിക്കും. r(3) കൊടുക്കുകയാണെങ്കിൽ എൻ്റെ വാല്യൂ എന്തായിരിക്കും? 3 ആയിരിക്കും. ഇങ്ങനെ പോകും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ടി ഇപ്പം ഇവിടെ 1 കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? 1 ആയിരിക്കും. അടുത്ത 2 കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ അല്ലേ? 0 കൊടുക്കുകയാണെങ്കിൽ 0ക്ക് 0, 1 കൊടുക്കുമ്പോൾ 1, 2ന് കറസ്പോണ്ടിങ് 2, അങ്ങനെ പോകും. ഇതാണ് റാമ്പ് സിഗ്നൽ. കണ്ടിന്യൂസ് ആയതുകൊണ്ട് എല്ലാ വാല്യൂസും വരും. അതായത് 0.1, 0.2, 0.3, 0.4, 0.5, 0.6 അങ്ങനെ എല്ലാ വാല്യൂസിലും കണ്ടിന്യൂസ് ആയിട്ട് വരും. ഇതാണ് റാമ്പ് സിഗ്നൽ. ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ r(t) ആണ്. ഇപ്പോൾ എവിടെയെങ്കിലും ഒരു r(t) കാണുമെങ്കിൽ അതിൻ്റെ മീനിങ് വെച്ച് എന്താണ്? കണ്ടിന്യൂസ് ടൈം റാമ്പ് സിഗ്നലാണ്. അതിൻ്റെ എക്സ്പ്രഷൻ വരുന്നത് r(t) = t for t greater than or equal to 0. t 0യ്ക്കും ഗ്രേറ്റർ ദാൻ 0 വാല്യൂസിനും അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? = tn ആയിരിക്കും. അതായത് ഇപ്പോൾ r(10) എന്ന് വെച്ച് കഴിഞ്ഞാൽ = 10 ആയിരിക്കും. ഇവിടെ 10 വരുവാണെങ്കിൽ ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് 10 പോലെ വരും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഇക്വേഷൻ. അതിൻ്റെ ഫിഗർ വരുന്നത് ഈ ഒരു ഫോമിലാണ്, റാമ്പ് സിഗ്നൽ. ഇനി തേർഡ് എലമെൻ്ററി സിഗ്നൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പൾസ് സിഗ്നലാണ് തേർഡ് എലമെൻ്ററി സിഗ്നൽ. അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് Δ(t) എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സ്റ്റെപ്പിന് എങ്ങനെയായിരുന്നു? u(t), റാമ്പിന് r(t). അതുപോലെ ഇമ്പൾസ് സിഗ്നൽ നമ്മൾ Δ(t) വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇമ്പൾസ് സിഗ്നൽ Δ(t). അതിൻ്റെ നമ്മൾ ഫിഗർ വേണം. ഫിഗർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇതിൻ്റെ കേസിൽ ഇമ്പൾസ് സിഗ്നൽ ഈ ഒരു ഫോമിലാണ് വരുന്നത്. അതിനകത്ത് ഇതിൻ്റെ ഈ വിഡ്ത്ത് എയും ഹൈറ്റ് 1/a വരുന്ന രീതിയിലാണ് വരുന്നത്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ 1 വരുന്ന രീതിയിൽ. ഓക്കെ, കണ്ടിന്യൂസ് ടൈമിൻ്റെ കേസിൽ ഇമ്പൾസ് സിഗ്നലിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെ വരുന്നത്. അതിൻ്റെ വിഡ്ത്ത് എയും ഹൈറ്റ് 1/a ആണ്. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 വരുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് ഡെൽറ്റ ടി ഈക്വൽ ടു 1 ഫോർ ടി ഈക്വൽ ടു 0 ഫോർ ടി നോട്ട് ഈക്വൽ ടു 0. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. അതായത് ഇപ്പോൾ ഇത് ഐഡിയൽ കേസ്, ഇപ്പം ഇതിൻ്റെ വാല്യൂ എയുടെ വാല്യൂ സ്മോളായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇൻ എഫക്റ്റ് ഈ ഇപ്പം ഡിസ്ക്രീറ്റിൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് ഒറ്റ വാല്യൂ വരത്തുള്ളൂ. ഓക്കെ, അത് യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ ആവുകയാണെങ്കിൽ അതിൻ്റെ അല്ലെങ്കിൽ ഇമ്പൾസ് സിഗ്നൽ വരുവാണെങ്കിൽ അത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി ഈക്വൽ ടു 0 മാത്രം ഒരു 1 വാല്യൂ കാണും. ബാക്കി എല്ലാ ടി വാല്യൂസ് ഇപ്പോൾ ടി ഈക്വൽ ടു 1, ടി ഈക്വൽ ടു 2, ടി ഈക്വൽ ടു 3, ടി ഈക്വൽ ടു -1, -2 എല്ലാ വാല്യൂസിലും അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും 0 ആയിരിക്കും. അതാണ് ഇമ്പൾസ് സിഗ്നലിൻ്റെ അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. ദാറ്റ് ഈസ് ഡെൽറ്റ ടി ഈക്വൽ ടു 1 ഫോർ ടി ഈക്വൽ ടു 0. ഈ ടി ഈക്വൽ ടു 0 ഒറിജിനൽ മാത്രം ഒരു ഹൈ വാല്യൂ കാണും. ബാക്കി എല്ലാ വാല്യൂസിലും ടി നോട്ട് ഈക്വൽ ടു 0 വരുന്ന എല്ലാ വാല്യൂസിലും, അതായത് -1, -2, -3 എല്ലാ വാല്യൂസിലും അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അതാണ് ഇമ്പൾസ് സിഗ്നൽ ഡെൽറ്റ ടി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. അത് കണ്ടിന്യൂസിൻ്റെ കേസിൽ നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. അതിൻ്റെ വിഡ്ത്ത് എയും ഹൈറ്റ് 1/a രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിൽ ഏരിയ എടുക്കുമ്പോഴത്തേക്ക് 1 വരുന്ന രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇതാണ് തേർഡ് എലമെന്ററി സിഗ്നൽ, കണ്ടിന്യൂസ് ടൈം സിഗ്നൽ. ഇനി ഫോർത്ത് വൺ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സിനുസോയിഡൽ സിഗ്നൽ, സൈൻ സിഗ്നലാണ്. അതിന് നമ്മൾ നോർമലി റെപ്രസെന്റ് ചെയ്യുന്നത് എക്സ് ഓഫ് ടി എന്നങ്ങ് റെപ്രസെന്റ് ചെയ്തേ ഉള്ളൂ. ഇതുപോലെ യു ഓഫ് ടി, ആർ ഓഫ് ടി, ഡെൽറ്റ ടി എന്നില്ല, ജസ്റ്റ് എക്സ് ഓഫ് ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനുസോയിഡൽ സിഗ്നൽ ആണ്. അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻ, അതിൻ്റെ ഫിഗർ എങ്ങനെയായിരിക്കും വരുന്നത് നമുക്ക് ഓൾറെഡി ഫിഗർ അറിയാവുന്നതാണ്. ഒരു കണ്ടിന്യൂസ് ടൈം സിനുസോയിഡൽ സിഗ്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ ഫോമിലായിരിക്കും, ഈ ഒരു ഫോമിലായിരിക്കും അതിൻ്റെ വേവ് ഫോം വരുന്നത്. ദിസ് ഈസ് ടി, അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എക്സ് ഓഫ് ടി. അതിൻ്റെ എക്സ്പ്രഷൻ വരുന്നത് എക്സ് ഓഫ് ടി ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി. എന്ന് വെച്ചാൽ ആംപ്ലിറ്റ്യൂഡ്, ഒമേഗ ഫ്രീക്വൻസി, എ സൈൻ ഒമേഗ ടി എന്തായിരിക്കും? ഇത് ടി ഈക്വൽ ടു 0 വാല്യൂ ആണ്. ഇപ്പോൾ ടിക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വാല്യൂവിൽ, ദാറ്റ് ഈസ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വാല്യൂവിൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? എ സൈൻ ഒമേഗ ടി ആയിരിക്കും. ഈക്വൽ ടു 0 ഫോർ ടി ലെസ് ദാൻ 0, ഈക്വൽ ടു 0 ഫോർ ടി ലെസ് ദാൻ 0. ഓക്കെ, ഇതാണ് ഫോർത്ത് എലമെന്ററി സിഗ്നൽ, ടെസ്റ്റ് സിഗ്നൽ, സിനുസോയിഡൽ സിഗ്നൽ. എക്സ് ഓഫ് ടി വെച്ച് റെപ്രസെന്റ് ചെയ്യും. അതിൻ്റെ ഫോം ഒരു സൈൻ വേവ് ആണ്. അതിൻ്റെ എക്സ്പ്രഷൻ എക്സ് ഓഫ് ടി ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി ഫോർ ടി ഗ്രേറ്റർ ദാൻ ഈക്വൽ 0. ടി ലെസ് ദാൻ വാല്യൂ എടുക്കുന്നില്ല, ടി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു വാല്യൂവിലും അതിൻ്റെ എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ എ സൈൻ ഒമേഗ ടി ഈക്വൽ ടു 0 ഫോർ ടി ലെസ് ദാൻ 0. ഇതാണ് 4 ടെസ്റ്റ് സിഗ്നൽസ്. ഇനി അഞ്ചാമത്തെ ലാസ്റ്റ് വൺ ആണ് എക്സ്പോണൻഷ്യൽ സിഗ്നൽ ആണ്. ഫിഫ്ത്ത് വൺ ആൻഡ് ദ ലാസ്റ്റ് വൺ എക്സ്പോണൻഷ്യൽ സിഗ്നൽ. ഓക്കെ, ഇപ്പം നമുക്ക് പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഇ റൈസ് ടു ടേംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതാണെങ്കിൽ ഇപ്പം എക്സ് ഓഫ് ടി ഈക്വൽ ടു ഇ റൈസ് ടു എ ടി. ഓക്കെ, ഇ റൈസ് ടു എ ടി ആണല്ലോ നമ്മളുടെ എക്സ്പോണൻഷ്യൽ സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇ റൈസ് ടു എ ടി ഫോർ ടി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ഈക്വൽ ടു 0 ഫോർ ടി ലെസ് ദാൻ 0. ഇതൊരു എക്സ്പോണൻഷ്യൽ സിഗ്നലിന്റെ എക്സ്പ്രഷൻ ആണ്. നമ്മളിപ്പം ഈ സൈൻ വേവിന്റെ പഠിച്ച പോലെ തന്നെ ഇപ്പോൾ സൈനിന്റെ എന്താണ്? എ സൈൻ ഒമേഗ ടി. അതുപോലെ അത് ടി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു വാല്യൂ, ടി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു വാല്യൂല് അതിന്റെ വാല്യൂ എ സൈൻ ഒമേഗ ടി. അതുപോലെ എക്സ്പോണൻഷ്യൽ വരുമ്പോഴത്തേക്ക് ടി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു വാല്യൂല് അതിന്റെ എക്സ്പ്രഷൻ വരുന്നത് ഇ റൈസ് ടു എ ടി ഈക്വൽ ടു 0 ഫോർ ടി ലെസ് ദാൻ 0. അപ്പോൾ ഇതിപ്പോൾ രണ്ട് രീതി വരാം അല്ലേ? ഇപ്പോൾ ഈ എക്സ്പോണൻഷ്യൽ സിഗ്നൽ ആണെങ്കിൽ ഇങ്ങനെ വന്നൂടെ, എക്സ് ഓഫ് ടി ഈക്വൽ ടു ഇ റൈസ് ടു -18 വരാം. ഓക്കെ, ഇ റൈസ് ടു -18 വരാം. അത് എങ്ങനെ വരാം? ഫോർ ടി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ഈക്വൽ ടു 0 ഫോർ ടി ലെസ് ദാൻ 0. രണ്ട് രീതി വരാം. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ റൈസ് ടു +18 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എക്സ്പോണൻഷ്യലി ഗ്രോയിങ് ആണ്. ദിസ് ഈസ് എക്സ്പോണൻഷ്യലി ഗ്രോയിങ് ആണ്, എക്സ്പോണൻഷ്യലി ഗ്രോയിങ്. നമ്മളിപ്പോൾ സിഗ്നൽ വരയ്ക്കുകയാണെങ്കിൽ അത് പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇ റൈസ് ടു +80 ആയതുകൊണ്ട് ഈ ഒരു ഫോമിലായിരിക്കും ആ സിഗ്നൽ വരുന്നത്. ദിസ് ഈസ് ടി. അതുപോലെ ഈ എക്സ്പോണൻഷ്യലിനും അങ്ങനെ നമ്മൾ ജനറലി എക്സ് ഓഫ് ടി അങ്ങ് റെപ്രസെന്റ് ചെയ്യത്തേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു സിഗ്നൽ എന്തിന് എക്സാമ്പിൾ ആയിരിക്കും? ഇ റൈസ് ടു എ ടിക്ക് എക്സാമ്പിൾ ആയിരിക്കും. അതുപോലെ നമുക്ക് എന്തെഴുതാം? എക്സ്പോണൻഷ്യലി മൈനസ് വരുമ്പോഴത്തേക്ക് ഡി കെ, എക്സ്പോണൻഷ്യലി
എക്സ്പോണൻഷ്യലി ഡീക്കേയിങ് സിഗ്നൽ. അപ്പോൾ അത് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ആയിരിക്കും, ഈ രീതിയിൽ വരും. ഓക്കെ, ദിസ് ഈസ് e⁻⁻at, ദിസ് ഈസ് t, ദിസ് ഈസ് x ഓഫ് t. ഇപ്പോൾ എക്സ്പോണൻഷ്യൽ സിഗ്നൽ രണ്ട് ഫോമിലുണ്ട്. ഒന്ന് എക്സ്പോണൻഷ്യലി ഗ്രോയിങ് e⁻at ആൻഡ് സെക്കൻഡ് വൺ എക്സ്പോണൻഷ്യലി ഡീക്കേയിങ് e⁻−at. ഇതാണ് 5 ബേസിക് ആയിട്ടുള്ള നമ്മളുടെ എലമെന്ററി കണ്ടിന്യൂസ് ടൈം സിഗ്നൽ. അത് അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു നെയിമാണ് ടെസ്റ്റ് സിഗ്നൽ. അപ്പോൾ ഇത് 5 മാർക്സിലൊക്കെ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അതിനകത്ത് സിഗ്നലിൻ്റെ ഈ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ അതിനെ എന്ത് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്ന കാര്യം എഴുതണം. അതുപോലെ ആ സിഗ്നലിൻ്റെ വരയ്ക്കണം, ഗ്രാഫ് വരയ്ക്കണം. അതുപോലെ അതിൻ്റെ എക്സ്പ്രഷൻ എഴുതണം. ഇപ്പോൾ എളുപ്പമല്ല. യൂണിറ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ u ഓഫ് t, അത് t greater than or equal to അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. യൂണിറ്റ് സ്റ്റെപ്പിൻ്റെ കേസിൽ t< വാല്യൂസ് 0 ആയിരിക്കും. റാമ്പ് സിഗ്നലിന് R വെച്ചിട്ട് നമ്മൾ R ഓഫ് t ഓർത്താൽ മതി. അതിൻ്റെ വാല്യൂ R ഓഫ് t ഈക്വൽ ടു t for t greater than or equal to 0, equal to 0 for t less than 0. അതിൻ്റെ എക്സ്പ്രഷൻ, അതിൻ്റെ ഫിഗർ ഈ ഒരു ഫോമിലായിരിക്കും റാമ്പ് സിഗ്നൽ വരുന്നത്. തേർഡ് ഇമ്പൾസ് സിഗ്നൽ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഡെൽറ്റ ടി വെച്ചിട്ടാണ്. ഇപ്പോൾ ഡെൽറ്റ ടി ഈക്വൽ ടു 1 ഫോർ ടി ഈക്വൽ ടു 0, ഈക്വൽ ടു 0 ഫോർ ടി നോട്ട് ഈക്വൽ ടു 0. ഫോർത്ത് വൺ സിനുസോയിഡ് സിഗ്നൽ, അതിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം, അതിൻ്റെ ഫിഗർ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഫിഫ്ത്ത് വണ്ണ് എക്സ്പോണൻഷ്യൽ സിഗ്നൽ e⁻at ഫോം വരും. അതിൽ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. പോസിറ്റീവ് ആണെങ്കിൽ എക്സ്പോണൻഷ്യലി ഗ്രോയിങ്, അതുപോലെ നെഗറ്റീവ് ആണെങ്കിൽ എക്സ്പോണൻഷ്യലി ഡീക്കേയിങ്. ഇനി നെക്സ്റ്റ് ഇതുപോലെ തന്നെ എലമെന്ററി DT സിഗ്നൽ ഉണ്ട്. നമ്മൾ നേരത്തെ എല്ലാം അതിൻ്റെ വേരിയബിളായിട്ട് വന്നത് എന്താണ്? ടി ആണ്. കണ്ടോ, u ഓഫ് ടി, R ഓഫ് ടി, നെക്സ്റ്റ് ഡെൽറ്റ ഓഫ് ടി, എക്സ് ഓഫ് ടി, അങ്ങനെ എല്ലാം ടി ആണ്. അത് നെക്സ്റ്റ് വരുന്നത് എലമെന്ററി സിഗ്നൽ DT സിഗ്നൽ ഉണ്ട്. ഓക്കെ, ഇതിന്റെ എലമെന്ററി DT സിഗ്നൽ ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ നമ്മളിത് ഈ പറയുന്നത് തന്നെയാണ് പോകുന്നത്. ഈ 5 ടൈപ്പാണ് വരുന്നത്: സ്റ്റെപ്പ്, റാമ്പ്, ഇമ്പൾസ്, സിനുസോയിഡിൽ, എക്സ്പോണൻഷ്യൽ. പക്ഷേ ടിക്ക് വരെ എന്തായിരിക്കും വരുന്നത്? N ആയിരിക്കും വരുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ. നമ്മൾ അവിടെ u ഓഫ് ടി കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഇവിടെ എന്തായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? വെരി ഗുഡ്, u ഓഫ് n ആയിരിക്കും. ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആയതുകൊണ്ട് u ഓഫ് n ആയിരിക്കും. ഇനി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതിൻ്റെ ഫിഗർ വരയ്ക്കണം. അതിൻ്റെ ഫിഗർ വരയ്ക്കുമ്പോഴത്തേക്ക് ഇതിപ്പം n ഈക്വൽ ടു 0, n ഈക്വൽ ടു 1, 2, 3 ഇങ്ങനെ പോകും. ഇതാണ് ഒരു u ഓഫ് n എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് സിഗ്നൽ ആണ്. അപ്പം അതിൻ്റെ എക്സ്പ്രഷൻ വരുന്നത് u ഓഫ് n ഈക്വൽ ടു 1 ഫോർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ഈക്വൽ ടു 0 ഫോർ n ലെസ് ദാൻ 0. ഓക്കെ, അതായത് u ഓഫ് എൻ്റെ വാല്യൂ യൂണിറ്റ് സ്റ്റെപ്പ് ആയതുകൊണ്ട് അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, n-ന് 0ക്ക് ഗ്രേറ്റർ ദാൻ ഉള്ള വാല്യൂസിനെല്ലാം അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 1 ആയിരിക്കും. n ലെസ് ദാൻ 0ക്ക് എന്തായിരിക്കും? അതിൻ്റെ വാല്യൂസ് 0 ആയിരിക്കും. അതാണ് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ ഡിസ്ക്രീറ്റ് ടൈമിലുള്ളതിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് u ഓഫ് n വെച്ചിട്ടാണ്. അതിൻ്റെ എക്സ്പ്രഷൻ u ഓഫ് n ഈക്വൽ ടു 1 ഫോർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, n ഈക്വൽ ടു 0ക്കും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0ക്കും അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? 1 ആയിരിക്കും. ഈക്വൽ ടു 0 ബാക്കി എല്ലാ വാല്യൂസിലും ഈ n ലെസ് ദാൻ വാല്യൂസിനെല്ലാം അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അതാണ് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ u ഓഫ് n. നമ്മളുടെ സെക്കൻഡ് സിഗ്നൽ എന്തായിരുന്നു? റാമ്പ് സിഗ്നൽ ആയിരുന്നു. ഇവിടെയും റാമ്പ് സിഗ്നലാണ് വരുന്നത്. റാമ്പ് സിഗ്നൽ ഡിസ്ക്രീറ്റിന്റെ കണ്ടിന്യൂസിന്റെ കേസിൽ നമ്മൾ R ഓഫ് ടി വെച്ച് റെപ്രസെന്റ് ചെയ്തത്. ഡിസ്ക്രീറ്റ് വരുമ്പോഴത്തേക്ക് R ഓഫ് n ആയിരിക്കും. ഓക്കെ, റാമ്പ് സിഗ്നൽ എലമെന്ററി സിഗ്നൽ, ഡിസ്ക്രീറ്റ് ടൈം എലമെന്ററി സിഗ്നൽ, സെക്കൻഡ് സിഗ്നൽ R ഓഫ് n ആണ്. അപ്പൊ R ഓഫ് n-ന്റെ കേസിൽ അതിന്റെ എക്സ്പ്രഷൻ വരുന്നത് R ഓഫ് n ഈക്വൽ ടു n ഫോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ഈക്വൽ ടു 0 ഫോർ n ലെസ് ദാൻ 0. അതാണ് അതിൻ്റെ എക്സ്പ്രഷൻ വരുന്നത്. അതായത് ഇപ്പം നമ്മൾ n-ന് 0 കൊടുക്കുകയാണെങ്കിൽ R ഓഫ് n-ന്റെ വാല്യൂ 0 ആയിരിക്കും. ഈ n-ന് ഞാൻ 1 കൊടുക്കുകയാണെങ്കിൽ R ഓഫ് 1-ന്റെ വാല്യൂ 1 ആയിരിക്കും. 2 കൊടുക്കുകയാണെങ്കിൽ R ഓഫ് 2-ന്റെ വാല്യൂ 2 ആയിരിക്കും. അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് 0ക്ക് 0, ഇവിടെ 1, 2, 3, അതുപോലെ ഇവിടെയും 1, 2, 3 പോകും. അപ്പം 1 കൊടുക്കുമ്പോൾ അതിൻ്റെ വാല്യൂ 1, 2 കൊടുക്കുമ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 2,
3 കൊടുക്കുമ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 3. ഈ രീതിയിൽ പോകും. ഓക്കെ, ഇതാണ് റാം സിഗ്നൽ വരുന്നത്. റാം സിഗ്നലിൻ്റെ കേസിൽ ദിസ് ഈസ് എൻ, ദിസ് ഈസ് ആർ ഓഫ് എൻ, അതിൻ്റെ വാല്യൂ ഈ ഒരു ഫോമിൽ പോകും, ഡിസ്ക്രീറ്റ്. ഓക്കെ, ദിസ് ഈസ് റാം സിഗ്നൽ. അപ്പോൾ അതിൻ്റെ ആർ ഓഫ് എൻ ഓർത്തിരിക്കണം. അതുപോലെ അതിൻ്റെ എക്സ്പ്രഷൻ ആർ ഓഫ് എൻ ഈക്വൽ ടു n ഫോർ n ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0, ഈക്വൽ ടു 0 ഫോർ n ലെസ് ദാൻ 0. അതിൻ്റെ ഫിഗർ, റാം സിഗ്നലിൻ്റെ ഫിഗർ 0ക്ക് 0 ആയിരിക്കും, 1ന് 1, 2ന് 2, 3ന് 3, ആ ഒരു ഫോമിൽ റാം ഫോമിൽ വരും. ഇനി തേർഡ് സിഗ്നൽ എന്തായിരുന്നു? നമ്മൾ അവിടുത്തെ തേർഡ് സിഗ്നൽ എന്തായിരുന്നു? ഇമ്പൾസ് സിഗ്നൽ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ തേർഡ് ഇമ്പൾസ് സിഗ്നൽ ആയിരിക്കും. ഡിസ്ക്രീറ്റ് ടൈം ഇമ്പൾസ് സിഗ്നൽ. കണ്ടിന്യൂസിന്റെ കേസിൽ നമ്മൾ ഡെൽറ്റ ടി വെച്ച് റെപ്രസെന്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? വെരി ഗുഡ്, ഡെൽറ്റ എൻ ആയിരിക്കും. ഓക്കെ, ഇമ്പൾസ് സിഗ്നൽ ഡിസ്ക്രീറ്റിന്റെ കേസിൽ ഡെൽറ്റ എൻ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ വരുന്നത് n ഈക്വൽ ടു 0യിൽ അതിൻ്റെ വാല്യൂ യൂണിറ്റ് ആണെങ്കിൽ 1 ആയിരിക്കും. ഇമ്പൾസിൻ്റെ കേസിൽ 1 ആയിരിക്കും. ഇവിടെ n ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഡെൽറ്റ എൻ ഈക്വൽ ടു 1 ഫോർ n ഈക്വൽ ടു 0, ഈക്വൽ ടു 0 ഫോർ n നോട്ട് ഈക്വൽ ടു 0. ഇപ്പോൾ n ഈക്വൽ ടു 0യിൽ മാത്രമേ അതിന് വാല്യൂ കാണത്തുള്ളൂ. n നോട്ട് ഈക്വൽ ടു 0, അതായത് 1, 2, 3, -1, -2, -3 എല്ലാ വാല്യൂ 0 ആയിരിക്കും. ഇതാണ് തേർഡ് ഡിസ്ക്രീറ്റ് ടൈം എലമെന്ററി സിഗ്നൽ, ഇമ്പൾസ് സിഗ്നൽ. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഡെൽറ്റ n. എൻ്റെ എക്സ്പ്രഷൻ ഡെൽറ്റ n ഈക്വൽ ടു 1 ഫോർ n ഈക്വൽ ടു 0, ഈക്വൽ ടു 0 ഫോർ n നോട്ട് ഈക്വൽ ടു 0. അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇത് രീതിയിലാണ്. ഈ ഡിസ്ക്രീറ്റ് ടൈം എലമെന്ററി സിഗ്നൽ ഫസ്റ്റ് 3 പഠിച്ചു. ഫസ്റ്റ് വൺ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ U of n, സെക്കൻഡ് റാം സിഗ്നൽ R of n, തേർഡ് ഇമ്പൾസ് സിഗ്നൽ ഡെൽറ്റ ഓഫ് n. ഇനി ഫോർത്ത് വൺ സിനുസോയിഡൽ സിഗ്നൽ ആണ്. സിനുസോയിഡൽ സിഗ്നൽ ഇപ്പോൾ നമ്മുടെ സൈൻ വേവിൻ്റെ ഡിസ്ക്രിറ്റൈസ്ഡ് ഫോം വരുന്നേ ഉള്ളൂ. നമ്മളിവിടെ കണ്ടിന്യൂസ് ടൈമിൻ്റെ ഡിസ്ക്രിറ്റൈസ്ഡ് വേർഷൻ വരുന്നേ ഉള്ളൂ. ഇങ്ങനെ ഈ ഒരു ഫോമിൽ ഇങ്ങനെ ഡിസ്ക്രിറ്റൈസ്ഡ് സാമ്പിൾഡ് വേർഷൻ ഇങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെ സാമ്പിൾഡ് വേർഷനായിട്ട് വരും. ഇതാണ് എക്സ് ഓഫ് ഡിസ്ക്രീറ്റ് ടൈം സിനുസോയിഡൽ സിഗ്നൽ. ഒരു സൈൻ വേവ് ഉണ്ടെങ്കിൽ അതിൻ്റെ സാമ്പിൾഡ് വേർഷൻ രീതിയിൽ വരും ഇങ്ങനെ. ഓക്കെ, ദിസ് ഈസ് n, ദിസ് ഈസ് എക്സ് ഓഫ് n. അപ്പം അതിനാണെങ്കിൽ നമ്മൾ നോർമലി റെപ്രസെൻ്റ് ചെയ്യുന്നത് എക്സ് ഓഫ് n ഈക്വൽ ടു എ സൈൻ ഒമേഗ n ഫോർ n ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0, ഈക്വൽ ടു 0 ഫോർ n ലെസ് ദാൻ 0. ഓക്കെ, ഇപ്പോൾ n ആണെങ്കിൽ അതിൻ്റെ ഡിഫറെൻറ്റ് n പോയിന്റ്സ് ആണ്. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്ന എ, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് സൈൻ ഒമേഗ n ഫോർ n ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0, ഈക്വൽ ടു 0 ഫോർ n ലെസ് ദാൻ 0. ഇനി ഫിഫ്ത്ത് എലമെന്ററി ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പോണൻഷ്യൽ സിഗ്നലാണ്. എക്സ്പോണൻഷ്യൽ സിഗ്നൽ ഇപ്പോൾ അവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്താണ് ഇ റേസ് ടു, അവിടെ എ ടി ആയിരുന്നു. ഇവിടെ എന്തായിരിക്കും വരുന്നത്? ഇ റേസ് ടു എ എൻ ആയിരിക്കും. അത് പോസിറ്റീവ് വരാം, അതുപോലെ ഇ റേസ് ടു മൈനസ് എ എൻ വരാം. ഇ റേസ് ടു പ്ലസ് എ എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ്പോണൻഷ്യലി ഗ്രോയിങ് ആയിരിക്കും. ഇതെന്തായിരിക്കും? എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് അല്ലെങ്കിൽ ഡീക്കേയിങ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അത് വരയ്ക്കുമ്പോഴത്തേക്ക് എക്സ്പോണൻഷ്യലി ഗ്രോയിങ്ങിൻ്റെ ഫിഗർ വരയ്ക്കുമ്പോഴത്തേക്ക് എക്സ്പോണൻഷ്യൽ സിഗ്നൽ തന്നെ ഡിസ്ക്രിറ്റൈസ്ഡ് വേർഷനിൽ പോകും. ഇങ്ങനെ എക്സ്പോണൻഷ്യലി ഗ്രോ ചെയ്ത രീതിയിൽ. ഡീക്കേയിങ് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ വാല്യൂ ഇങ്ങനെ ഡീക്കേ ചെയ്ത് വരുന്നത്. ഓക്കെ, ദിസ് ഈസ് n, ദിസ് ഈസ് എക്സ് ഓഫ് n, എക്സ് ഓഫ് n. അപ്പം അതിൻ്റെ എക്സ്പ്രഷൻ വരുന്നത് എന്തായിരിക്കും? എക്സ് ഓഫ് n ഈക്വൽ ടു ഇ റേസ് ടു എ എൻ ഫോർ n ഗ്രേറ്റർ ദാൻ ഈക്വൽ 0, ഈക്വൽ ടു 0 ഫോർ n ലെസ് ദാൻ 0. ഇതാണ് 5 എലമെന്ററി ടെസ്റ്റ് സിഗ്നൽ ഡിസ്ക്രീറ്റ് ടൈമിൻ്റെ കേസിലും അതുപോലെ കണ്ടിന്യൂസ് ടൈമിൻ്റെ കേസിലും. ഇപ്പം കണ്ടിന്യൂസ് ടൈം സിഗ്നലും അതിൻ്റെ റെപ്രസെൻറ്റേഷനും നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഡിസ്ക്രിറ്റൈസ്ഡ് എളുപ്പമാണ്. യു ഓഫ് ടീന് കറസ്പോണ്ടിങ് ആയിട്ട് യു ഓഫ് എൻ വരും, അത് ഡിസ്ക്രിറ്റൈസ്ഡ് വേർഷനായിട്ട് വരും. ഓക്കെ, ടീന് വരെല്ലാം എൻ വരുമെന്നേ ഉള്ളൂ. റാം സിഗ്നൽ വരുമ്പോഴത്തേക്ക്
ഇങ്ങനെ റാമ്പായിട്ട് ഡിസ്ക്രിറ്റൈസ് ചെയ്ത് വരും. ആർ ഓഫ് എൻ ഈക്വൽ ടു എൻ ഫോർ എൻ ഗ്രീറ്റർ ദാൻ ഈക്വൽ 0 ഈക്വൽ ടു 0 ഫോർ എൻ ലെസ് ദാൻ 0 വരും. ഇമ്പൾസ് വരുമ്പോഴത്തേക്ക് എൻ ഈക്വൽ ടു 0 മാത്രം ഹൈ വാല്യൂ വരും, ബാക്കി എല്ലാ വാല്യൂസ് 0 വരും. ഡിസ്ക്രിറ്റൈസ്ഡ് സിനുസോയിഡിൽ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഡിസ്ക്രിറ്റൈസ്ഡ് വേർഷൻ വരും. അതുപോലെ ഡിസ്ക്രിറ്റൈസ്ഡ് എക്സ്പോണൻഷ്യൽ വരുമ്പോഴത്തേക്ക് ഈ കണ്ടിന്യൂസിന് പകരം ഡിസ്ക്രിറ്റൈസ്ഡ് വേർഷനായിട്ട് വരും. അപ്പോൾ ഇത് എലിമെൻ്ററി സിഗ്നൽസ് നമ്മുടെ സിലബസിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 5 മാർക്സ് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുമല്ല നമ്മൾ സിഗ്നൽസിൻ്റെ കേസിൽ ഈ ഓരോ സിഗ്നലിൻ്റെയും ഒക്കറൻസ് എവിടെയൊക്കെയാണ് അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്കിപ്പോൾ ചില സിഗ്നൽസിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അതുപോലെ ഇതിൻ്റെ കോമ്പിനേഷൻസ്, ഡിഫറെൻറ്റ് സ്റ്റെപ്പ് സിഗ്നലിൻ്റെ കോമ്പിനേഷൻസിൻ്റെ അതിൻ്റെ സ്കെച്ച് ചെയ്യാൻ വരും. അങ്ങനത്തുള്ള കേസ് വരുമ്പോഴത്തേക്ക് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഒരു യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ വാല്യൂസ് n ഗ്രേറ്റർ ദാൻ വാല്യൂ മാത്രമേ ഉള്ളൂ. അതുപോലെ യൂണിറ്റ് സ്റ്റെപ്പ് ആണെങ്കിൽ അതിൻ്റെ വാല്യൂ 1 ആണ്. അതിന് ഇൻഫിനിറ്റി വരെ അതിൻ്റെ വാല്യൂസ് ഉണ്ട്. അതുപോലെ റാമ്പ് സിഗ്നലിൻ്റെ കേസിൽ ഇങ്ങനെ ഗ്രോ ചെയ്ത് പോവുകയാണ്. അതിന് ടി ലെസ് ദാൻ വാല്യൂസിൽ വാല്യൂ ഇല്ല, അപ് ടു ഇൻഫിനിറ്റി വരെ തന്നെ വാല്യൂ ഉണ്ട്. അതുപോലെ ഒരു ഇമ്പൾ സിഗ്നൽ, നമ്മളൊരു സിഗ്നലുമായിട്ട് ഇമ്പൾ സിഗ്നൽ മൾട്ടിപ്ലൈ ആണെങ്കിൽ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ? ഇതിൻ്റെ കേസിൽ ആ ടി ഈക്വൽ ടു 0 മാത്രമേ അതിന് വാല്യൂ ഉള്ളൂ, ബാക്കി എല്ലാ വാല്യൂസും 0 ആണ്. അപ്പോൾ നമ്മൾ വേറെ സിഗ്നലുമായിട്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ആ 0 വാല്യൂ മാത്രമേ കിട്ടത്തുള്ളൂ. നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഓരോ സിഗ്നലിൻ്റെയും അതിൻ്റെ നൊട്ടേഷൻസ്, അതിൻ്റെ ഇക്വേഷൻസ്, അതിൻ്റെ ഫിഗർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കണ്ടിന്യൂസ് ടൈം സിഗ്നലിൻ്റെ കേസിൽ, അതുപോലെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിൻ്റെ കേസിൽ. ഇനി ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റ് പോർഷനിലേക്ക് പോവുകയാണ്. അതായത് റെപ്രസെൻറ്റേഷൻസ് ഓഫ് സിഗ്നൽ. സിഗ്നൽ എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ളത്. ഓക്കെ, റെപ്രസെൻറ്റേഷൻ ഓഫ് സിഗ്നൽ. റെപ്രസെൻറ്റേഷൻ ഓഫ് സിഗ്നൽ, നമ്മളൊരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിന് ഏതൊക്കെ ഫോർമാറ്റിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാന്നുള്ളത്. അതിൽ ഫസ്റ്റ് ഫോർമാറ്റാണ് ഗ്രാഫിക്കൽ മെത്തേഡ്. ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഫോമിലാണ് വരുന്നത്. ഇപ്പം 0, 1, 2, -1, -2. സപ്പോസ് 0 അതിൻ്റെ വാല്യൂ 2, 1 അതിൻ്റെ വാല്യൂ 1, 2 അതിൻ്റെ വാല്യൂ 0, -1 അതിൻ്റെ വാല്യൂ 1, -2 അതിൻ്റെ വാല്യൂ -1. ഓക്കെ, ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കാണിച്ചിരിക്കണം. അപ്പോൾ ഈ ഒരു ഫോമിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഗ്രാഫിക്കൽ ഫോം എന്ന് പറയും. ഇപ്പോൾ ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ കാണിച്ചതെല്ലാം എന്ത് ഫോമാണ്? അതിൻ്റെ ഗ്രാഫിക്കൽ ഫോമാണ്. ഗ്രാഫിക്കൽ ഫോമിനകത്ത് നമ്മൾ എന്നിൻ്റെ വാല്യൂവും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡായിരിക്കും നമ്മൾ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇതൊരു സിഗ്നൽ, ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലാണ്. ഇപ്പോൾ ഇങ്ങനെ വരുമ്പം എക്സ് ഓഫ് എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും വരുന്നത്? ഇതിൻ്റെ കേസിൽ നമുക്കിപ്പോൾ ഇൻഡിസസ് എഴുതുവാണെങ്കിൽ ഇപ്പം -2, -1, 0, 1, 2 ഇൻഡിസസ്. അപ്പോൾ ഇതിനകത്ത് -2 അതിൻ്റെ വാല്യൂ എന്താ വന്നിരിക്കുന്നത്? ആംപ്ലിറ്റ്യൂഡ് എങ്ങനെ വന്നിരിക്കുന്നത്? -1 ആണ്. -1 അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്താ വന്നിരിക്കുന്നത്? 1 ആണ്. അടുത്ത 0 അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്താ വന്നിരിക്കുന്നത്? 2 ആണ്. അടുത്ത എഗെയിൻ 1 എന്താ വന്നിരിക്കുന്നത്? 1 ആണ്. 2 എന്താ വന്നിരിക്കുന്നത്? 0 ആണ്. ഓക്കെ, ഇപ്പം നമുക്ക് ഈ ഒരു രീതിയിലും നമുക്ക് സിഗ്നലിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതിന് ഈ സെയിം സിഗ്നലിന് നമുക്ക് ഈ ഒരു ഫോമിലും നമുക്ക് ഇങ്ങനെ സീക്വൻസ് ആയിട്ട് എഴുതാൻ പറ്റും. ഈ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ സീക്വൻഷ്യൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. സീക്വൻഷ്യൽ റെപ്രസെൻറ്റേഷൻ. ഒരു സീക്വൻസ് ആയിട്ട് നമുക്ക് ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിന് ഈ ഒരു ഫോമിൽ കേർലി ബ്രാക്കറ്റ് വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതായത് ഇപ്പോൾ ഇതിനെങ്ങനെ എക്സ് ഓഫ് എൻ ഈക്വൽ ടു -1, 1, 2, 1, 0. അതിൽ വേണമെങ്കിൽ 0ക്ക് ഇൻഡിക്കേഷൻ കാണിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഒരു ആരോ മാർക്ക് ഇടും. ഓക്കെ, എൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആരോത്ത് പൊസിഷനാണ് അതിൻ്റെ ഒറിജിൻ പൊസിഷൻ. അതിന് ഇങ്ങോട്ട് പോസിറ്റീവ് വാല്യൂസ്, ഇങ്ങോട്ട് അതിൻ്റെ ഇൻഡിസസ് നെഗറ്റീവ് വാല്യൂസ് ആണ്. അപ്പം ഈ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഈസ് എക്സ് ഓഫ് 1, ദിസ് ഈസ് എക്സ് ഓഫ് 2, ദിസ് ഈസ് എക്സ് ഓഫ് -1 ആൻഡ് ദിസ് ഈസ് എക്സ് ഓഫ് -2. അപ്പോൾ എക്സ് ഓഫ് -2ൻ്റെ പൊസിഷനിൽ എൻ്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് -1, എക്സ് ഓഫ് -1 പൊസിഷനിലെ ആംപ്ലിറ്റ്യൂഡ് ആണ് 1, എക്സ് ഓഫ് 0യിലെ പൊസിഷനാണ് 2, എക്സ് ഓഫ് 1ൻ്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് 1, 0ൻ്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് 0. ഇങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മൾ വി കോൾ ഇറ്റ് ആസ് സീക്വൻഷ്യൽ റെപ്രസെൻറ്റേഷൻ. അതിനിങ്ങനെ ഗ്രാഫിക്കൽ ഫോമിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതിന് നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയും. ഇനി തേർഡ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ടാബുലാർ ഫോം റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ടാബുലാർ ഫോം
റെപ്രസെൻറ്റേഷൻ. ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിന് ഡിഫറെൻറ്റ് ഫോംസ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഗ്രാഫിക്കൽ മെത്തേഡ്, സീക്വൻഷ്യൽ മെത്തേഡ്. തേർഡ് ഫോം എന്ന് വെച്ചാൽ ടാബുലാർ ഫോം റെപ്രസെൻറ്റേഷൻ. ഒരു ടേബിളിൽ നമ്മൾ അത് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ആ ടേബിളിനകത്ത് 2 റോസ് ഉണ്ട്. ഫസ്റ്റ് റോ എന്ന് വെച്ചാൽ n പൊസിഷനും സെക്കൻഡ് റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എക്സ് ഓഫ് n ആംപ്ലിറ്റ്യൂഡ് വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഈ സെയിം സിഗ്നലിൽ തന്നെ നമുക്ക് എഴുതാം. ഇതിനകത്ത് n വാല്യൂസ് എവിടെ തൊട്ടായിരുന്നുള്ളത്? n വാല്യൂസ് എന്ന് വെച്ചാൽ ഈ നമ്മളുടെ ഇതാണല്ലോ നമ്മൾ n എന്ന് പറയുന്നത്. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് നമ്മൾ എക്സ് ഓഫ് n എന്ന് പറയുന്നത്. അപ്പോൾ n വാല്യൂസ് ഇവിടെ ഏതൊക്കെയുണ്ട്? -2 ഉണ്ട്, -1 ഉണ്ട്, 0, 1, 2. ഇത്രയായിരുന്നു നമ്മൾ n വാല്യൂസ്. കണ്ട, നമ്മളിപ്പോൾ എക്സ് ഓഫ് n എന്ന് എഴുതുമ്പം ഈ എന്നിൻ്റെ -2 എന്ന് പറഞ്ഞാൽ n അല്ലേ, അതുപോലെ എക്സ് ഓഫ് -1 ഈ വാല്യൂസ് n ആണ്. അങ്ങനെ നമ്മൾ ടാബുലാർ ഫോമിൽ നമുക്ക് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതാണ് സെക്കൻഡ് ഫോം, ടാബുലാർ ഫോം റെപ്രസെൻറ്റേഷൻ. അതിൽ 2 റോസ് കാണും. ഫസ്റ്റ് റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷനാണ് ഈ -1, -2, 0, 1, 2 എന്നുള്ളത്. അതുപോലെ ഈ എക്സ് ഓഫ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വാല്യൂ ആയിരിക്കും നമ്മൾ ഈ എക്സ് ഓഫ് ആയിട്ട് ഇടുന്നത്. അപ്പോൾ ഈ -2 പൊസിഷനിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? -1 ആണ്. ഓക്കെ, അടുത്ത -1 പൊസിഷനിൽ ആംപ്ലിറ്റ്യൂഡ് എക്സ് ഓഫ് എന്താണ്? 1 ആണ്. എക്സ് ഓഫ് 0യിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? 2 ആണ്. എക്സ് ഓഫ് 1ൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? എക്സ് ഓഫ് എൻ്റെ വാല്യൂ 1 ആണ്. എക്സ് ഓഫ് 2ൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വാല്യൂ 0 ആണ്. അപ്പം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ടാബുലാർ ഫോമിൽ നമുക്ക് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് എന്ന് പറയുന്നത് തേർഡ് ഫോം ഓഫ് റെപ്രസെൻറ്റേഷൻ, ദറ്റ് ഈസ് ടാബുലാർ റെപ്രസെൻറ്റേഷൻ. ടേബിൾ ഫോമിൽ എഴുതും. അതിൽ ഈ n എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ n വാല്യൂസ് -2, -1, 0, 1, 2. അതുപോലെ എക്സ് ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പോയിന്റ്സിലും അതിൻ്റെ കറസ്പോണ്ടിങ് ആംപ്ലിറ്റ്യൂഡ്. -2ൽ -1, -1ൽ 1, 0ൽ 2, 1ൽ 1, 2ൽ 0. ഓക്കെ, ഇനി ലാസ്റ്റ് റെപ്രസെൻറ്റേഷൻ ആണ് ഫോർത്ത് റെപ്രസെൻറ്റേഷൻ, ഫങ്ഷണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയും. ഫങ്ഷണൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ റെപ്രസെൻറ്റേഷൻ. ഫങ്ഷണൽ റെപ്രസെൻറ്റേഷൻ ഒരു ഫങ്ഷൻ ഫോമിൽ നമ്മൾ ഇതിനെ എഴുതും. അതായത് ദാറ്റ് ഈസ് എക്സ് ഓഫ് n ഈക്വൽ ടു, ഇതിൻ്റെ വാല്യൂസ് എക്സ് ഓഫ് n ഈക്വൽ ടു, ഇപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, വേറൊരു എക്സാമ്പിൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. ഫങ്ഷണൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെ വരുന്നത്, കുറച്ച് റെപ്പറ്റീഷൻ വരുന്നതാകുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും. അതുകൊണ്ട് ഞാൻ വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ ഒരു ഗ്രാഫിക്കൽ ഫോം തന്നിരിക്കുകയാണ്. ഒരു എക്സാമ്പിൾ, വേറൊരു എക്സാമ്പിൾ ഗ്രാഫിക്കൽ ഫോമിൽ തന്നിരിക്കുകയാണ്. 0, 1, 2, 3, 4. അതിൻ്റെ വാല്യൂസ് 0ൽ അതിൻ്റെ വാല്യൂ 2, 1ൽ അതിൻ്റെ വാല്യൂ 2, 2ൽ അതിൻ്റെ വാല്യൂ 2, 3ൽ അതിൻ്റെ വാല്യൂ 3, 4ന് അതിൻ്റെ വാല്യൂ 1. ഇതൊരു n, ദിസ് ഈസ് എക്സ് ഓഫ് n. ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലാണ് അല്ലേ, ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലാണ് n, എക്സ് ഓഫ് n. ഇത് ഫങ്ഷണൽ ഫോമിൽ എങ്ങനെ എഴുതുന്നു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വരും? എക്സ് ഓഫ് n ഈക്വൽ ടു അതിൻ്റെ വാല്യൂ, എക്സ് ഓഫ് എൻ്റെ വാല്യൂ 2 എവിടെയൊക്കെയുണ്ട്? എന്നിൻ്റെ വാല്യൂ 0യ്ക്കും ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഈ 0യ്ക്കും 2നും ഇടയ്ക്ക് അതിൻ്റെ വാല്യൂ 2 ആണ്. ഈക്വൽ ടു 3, 4, n ഈക്വൽ ടു എന്ത് വരും? n ഈക്വൽ ടു 3 ആൻഡ് ഈക്വൽ ടു 1, 4, n ഈക്വൽ ടു 4. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫങ്ഷണൽ റെപ്രസെൻറ്റേഷൻ. ഫങ്ഷൻ ആയിട്ട് എഴുതും. ഇതിനാണെങ്കിൽ ഇതാണ് ഫങ്ഷണൽ റെപ്രസെൻറ്റേഷൻ. ഫങ്ഷണൽ റെപ്രസെൻറ്റേഷൻ ഒരു ഫങ്ഷൻ ആയിട്ട് എഴുതും. എങ്ങനെ വന്ന് എക്സ് ഓഫ് എൻ്റെ വാല്യൂ 2 ആണ്. ഏതൊക്കെ റേഞ്ചാ? 0 to 2 വരെയുള്ള വാല്യൂവിൽ അതിൻ്റെ വാല്യൂ 2 ആണ്. അതിൻ്റെ വാല്യൂ 3 എവിടെയാണ്? n ഈക്വൽ ടു 3ൽ ആൻഡ് ഈക്വൽ ടു 1, 4, n ഈക്വൽ ടു 4. ഇതാണ് ഫോർത്ത് റെപ്രസെൻറ്റേഷൻ, ഫങ്ഷണൽ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, എളുപ്പമല്ലേ? ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, സീക്വൻസ് ആയിട്ട് എഴുതുന്നത് സീക്വൻഷ്യൽ റെപ്രസെൻറ്റേഷൻ, ടാബുലാർ ഫോമിൽ എഴുതുന്നത് ടാബുലാർ റെപ്രസെൻറ്റേഷൻ ആൻഡ് ഫങ്ഷൻ ആയിട്ട് എഴുതുന്നത് ഫങ്ഷണൽ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഒരു ഇതായിട്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു ഇതിൻ്റെയും കൂടെ സീക്വൻഷ്യൽ റെപ്രസെൻറ്റേഷൻ എഴുതി കാണിക്കാം. ഓക്കെ, ഇതിൻ്റെ ഇപ്പോൾ ഇത് ഇങ്ങനത്തുള്ള ഒരു ഫിഗർ വന്നിട്ട് ഡിഫറെൻറ്റ് റെപ്രസെൻറ്റേഷൻ എഴുതാൻ ചോദിക്കാം. അപ്പോൾ ഇതൊരു സീക്വൻഷ്യൽ റെപ്രസെൻറ്റേഷൻ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ വന്നേനും സീക്വൻസ്. ഇപ്പോൾ എക്സ് ഓഫ് n എഴുതണം. ഓക്കെ, സീക്വൻസ് ആയിട്ട് പൊസിഷൻസ് എന്തൊക്കെയാണ് വരുന്നത്? സീക്വൻസിനകത്ത് ഇവിടെ പൊസിഷന് 0, 1, 2, 3, 4 ഉണ്ട്.
സീറോയിൽ അതിൻ്റെ വാല്യൂ 2, 1ൽ വാല്യൂ 2, 2ൽ വാല്യൂ 2, 3ൽ വാല്യൂ 3, 4ൽ വാല്യൂ 1. ഓക്കെ, ഇതാണ് അതിൻ്റെ സീക്വൻഷ്യൽ റെപ്രസെൻറ്റേഷൻ. ഈ വരുന്നത് എന്തായിരിക്കും? അതിൻ്റെ പൊസിഷൻ ആയിരിക്കും എക്സ് ഓഫ് 0, എക്സ് ഓഫ് 1, എക്സ് ഓഫ് 2, എക്സ് ഓഫ് 3, എക്സ് ഓഫ് 4. ഓക്കെ, അതിനകത്ത് കറസ്പോണ്ടിങ് ആംപ്ലിറ്റ്യൂഡ്സ് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതിന് നമുക്ക് നിങ്ങൾ ടാബുലാർ ഫോമും അതൊന്ന് എഴുതി നോക്കുക. ടാബുലാർ ഫോം വരുമ്പോഴത്തേക്ക് n എക്സ് ഓഫ് n വരും. എന്നിൻ്റെ പൊസിഷൻസ് എഴുതുക, എക്സ് ഓഫ് എൻ്റെ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വാല്യൂസ് എഴുതുക. ഓക്കെ, റെപ്രസെൻറ്റേഷൻസ് ഓഫ് സിഗ്നൽസും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സിഗ്നൽ, അതുപോലെ സിസ്റ്റം, അതിൻ്റെ ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ഡിസ്കസ് ചെയ്തു, അതിൻ്റെ എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്തു. ഇതുപോലെ എലമെൻ്ററി സിഗ്നൽ, കണ്ടിന്യൂസ് ടൈം സിഗ്നലിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്തു. അതുപോലെ എലമെൻ്ററി സിഗ്നൽ, ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എക്സ്പ്ലെയിൻ ചെയ്തു. ലാസ്റ്റ് നമ്മൾ റെപ്രസെൻറ്റേഷൻ ഓഫ് സിഗ്നൽ, റെപ്രസെൻറ്റേഷൻ ഓഫ് ഡി ടി സിഗ്നൽ ഡിഫറെൻറ്റ് ഫോംസ് ഉള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബിടെക് MEDC.